പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ, എനിക്ക് ഏതെങ്കിലും മുസ്ലിം സംഘടനകളോടോ അല്ലെങ്കിൽ അവരുടെ മറ്റേതെങ്കിലും വിഭാഗത്തോടോ, പ്രത്യേകിച്ച് പറഞ്ഞാൽ സമസ്ത വിഭാഗത്തോടോ ഒന്നും എനിക്ക് യാതൊരു ദേഷ്യവുമില്ല. ഞാനൊരു മുസ്ലിമാണ്. ഞാൻ ഒരു ഇസ്ലാമായി ജീവിക്കണം, മുസ്ലിമായി ജീവിക്കണം എന്ന് ആഗ്രഹിച്ച് അങ്ങനെ തന്നെ ജീവിക്കുന്ന ആളാണ്. പക്ഷെ എന്റെ മുസ്ലിം എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് സമസ്ത ഇസ്ലാമാണോ ഇസ്ലാമിന് പുറത്താണോ എന്നാണ്. എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം ഈ ഒരു ചാനൽ വരുന്നു എന്നല്ലേ? പറയാം. അതിനു മുമ്പ് നമുക്കൊരാളുടെ ഒരു പ്രസ്താവന കേൾക്കാം, ഒരാളെ പ്രസംഗം കേൾക്കാം. സഖാവ് പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു സദസ്സിൽ സംസാരിച്ചതാണ്. കഴിഞ്ഞ 9 വർഷത്തിനിടയ്ക്ക് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല ഒരു തീരുമാനമാണ് അദ്ദേഹം എടുത്തത്. ആ തീരുമാനത്തെ സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അത് കേട്ടതിന് ശേഷം സമസ്ത ഇസ്ലാമികമാണോ, എന്തുകൊണ്ട്, അനിസ്ലാമികമാണോ, അത് ഇസ്ലാമിന് പുറത്താണോ, എന്തുകൊണ്ട്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ആ പണ്ഡിതൻ പറഞ്ഞത് ശരിയോ തെറ്റോ എന്നും ഞാനൊന്ന് പറയാം. ഓക്കെ, ആദ്യം സഖാവിലേക്ക്. രാവിലെ സ്കൂൾ തുടങ്ങി, വൈകുന്നേരം ലോങ് ബെല്ലടിച്ച് സ്കൂൾ വിടുന്നു. ഈ ലോങ് ബെല്ലടിക്കുന്നതിന് മുൻപ് ഒരു അരമണിക്കൂർ മുമ്പാവട്ടെ ഒരു ചെറിയ ബെല്ല് കൊടുക്കുന്നു. എല്ലാ കുട്ടികളും ഗ്രൗണ്ടിലേക്ക് വരുന്നു. അവിടെ സ്കൂളിൽ നിന്ന് പിന്നെ വീട്ടിലേക്ക് പോവുകയാണ് അവർ ചെയ്യുക സാധാരണഗതിയിൽ. ഒരു അതുവരെയുള്ള സ്ട്രെസ് ഉണ്ട് കുട്ടിക്ക്, വല്ലാത്ത തരത്തിലുള്ള. ഈ സ്ട്രെസ് ആകെ നീങ്ങി കിട്ടാൻ പറ്റുന്ന ഒരു എക്സസൈസിലേക്ക് കടന്നൂടെ? എന്താ ഡാൻസിൻ്റെ ജംബോ ഡാൻസ് അല്ലേ? ജുബ ഞാൻ പറയുന്ന പേര് തെറ്റായിരിക്കാം, പക്ഷെ അത്ര ഒരു ഡാൻസിലേക്ക് കടക്കാലോ. അത് നല്ല എക്സസൈസ് ആണല്ലോ. ഫലത്തിൽ ഇതിന് അധ്യാപകർ കുറച്ച് മടിയുള്ളവരാണ്. കാരണം അവരും ഈ എക്സസൈസ് എടുക്കണമല്ലോ ഇതിൻ്റെ കൂട്ടത്തിൽ. അതിന് കുറച്ചൊരു മടി കാണിക്കുന്നുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി അത് ശ്രദ്ധിക്കുക. അടുത്ത അധ്യയന വർഷ ആരംഭത്തിൽ തന്നെ ഇത് നമുക്കങ്ങ് നടപ്പാക്കിയാൽ എന്താണ്? ഈ കുട്ടിയുടെ സ്ട്രെസ് മുഴുവൻ അങ്ങ് പോകും. തീർച്ചയായിട്ടും അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് ടെൻഷൻ അടിച്ച് കുട്ടികൾ ആത്മഹത്യ ചെയ്യണം. പരീക്ഷ പേടി, ആ പേടി, ഈ പേടി. കാരണം സർട്ടിഫിക്കറ്റ് എന്ന് വിളിക്കപ്പെടുന്ന പീസ് ഓഫ് പേപ്പറിന് വേണ്ടി, മാർക്കിന് വേണ്ടി കിട്ടുന്ന അടിയോട് അടി, പിടിയോട് പിടി, രക്ഷിതാക്കൾ തമ്മിൽ മത്സരം, സ്കൂളുകൾ തമ്മിൽ മത്സരം. അവിടെ മത്സര പരീക്ഷയിൽ വിജയിക്കുന്നവർക്ക് മാത്രം. 1ാം ക്ലാസ്സിലെ പ്രവേശന പരീക്ഷയ്ക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സ്കൂളില് ഒരു കുട്ടി അഡ്മിഷൻ കിട്ടാതെ വന്നപ്പോ കുട്ടിക്ക് മാർക്ക് കുറവത്രേ. ഞാൻ ആ ഹെഡ് മാസ്റ്ററെ വിളിച്ചു, നിങ്ങൾ ഏത് ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയാണ് അഡ്മിഷൻ എടുത്തത്? 1ാം ക്ലാസ്സിലെ കുട്ടി. 1ാം ക്ലാസ്സിൽ പ്രവേശനം നടത്താൻ പരീക്ഷ നടത്തിയ നിങ്ങളുടെ പേരിൽ നടപടിയൊന്നും എടുക്കട്ടെ വെച്ച് ഞാൻ ഒരു പരാതി കൊടുത്താലോ എന്ന്. പിറ്റേന്ന് ആ കുട്ടിയെ വീട്ടിൽ പോയി വിളിച്ചുകൊണ്ട് വന്ന് ഹെഡ് മാസ്റ്റർ സ്കൂളിൽ ചേർത്തു. ഇത്തരത്തിൽ ചിന്തിക്കുന്ന സ്കൂളുകളും അധ്യാപകരുമുള്ള നാട്ടിലെ ഈ കുട്ടികളെ സ്ട്രെസ് എത്രത്തോളം ഉണ്ടെന്ന് അറിയോ? ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞിരുന്നു അവരുടെ സ്ട്രെസ്, ഓരോ കാറ്റഗറിയെ കുറിച്ച്. ഇനി നമുക്ക് സമസ്തയിലേക്ക് വരാം. വിഷയം മാറണമെന്ന് കരുതണ്ട. സമസ്ത അനിസ്ലാമികമാണോ ഇസ്ലാമികമാണോ? സൂപ്പ ഡാൻസ് പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുന്നത് അധാർമികതയാണ്, ധാർമ്മികതയുടെ ഭാഗമല്ല, ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് SYS പറയുന്നത്, അല്ലെങ്കിൽ സമസ്ത പറയുന്നത്, സമസ്തയുടെ ഏതോ ഒരു നേതാവ് പറയുന്നത് എന്നാണ് ഏഷ്യാനെറ്റ് ന്യൂസ് പറയുന്നത്. ഏതോ ഒരു നേതാവ് എന്ന് ഞാൻ പറഞ്ഞതിന് കാരണമുണ്ട്. എനിക്ക് ആ നേതാവിനെ അറിയാം, ആ നേതാവിനെ എന്നായും അറിയാം. ഏതായാലും ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ആ ചെറിയൊരു പാർട്ട്, റിപ്പോർട്ടർ പറഞ്ഞ ചെറിയൊരു പാർട്ട്, സമസ്തന്റെ ആ ഒരു പാർട്ട് ഒന്ന് കേട്ടിട്ട് ബാക്കി പോകും. സ്കൂളുകളിലെ സൂംബ ഡാൻസിനെതിരെ സമസ്ത യുവജന വിഭാഗം രംഗത്ത് വരികയാണ്. ധാർമ്മികതയ്ക്ക് ക്ഷതമേൽപ്പിക്കുന്നതാണ് സൂംബ ഡാൻസ് എന്ന് SYS നേതാവ് പറയുന്നുണ്ട്. ആ നേതാവിന്റെ പേര് ഞാൻ ഇവിടെ മ്യൂട്ട് ചെയ്തത് മനഃപൂർവ്വമാണ് കേട്ടോ. അതിന് ചില കാരണങ്ങളുണ്ട്. അത് വ്യക്തിപരമായിട്ട് ചില കാര്യങ്ങൾ ഇവിടെ ഡിസ്പോസ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അവിടെ കിടക്കട്ടെ. അപ്പൊ ഇനി നമുക്ക് സൂബ ഡാൻസ് ഇസ്ലാമികമാണോ അനിസ്ലാമികമാണോ? അവര് അനിസ്ലാമികമായത് കൊണ്ടാണല്ലോ അത് ധാർമ്മികതയ്ക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഭൂമിയിൽ ഇന്ന് അധിവസിക്കുന്ന എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ചത് സർവശക്തനായ ജഗന്നീന്താവായ അള്ളാ ആണ് എന്നാണ്. അതെന്റെ വാക്ക്. അള്ളാ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്രപഞ്ച ശക്തിയായ സർവശക്തനായ ജഗദീശ്വരൻ. മലയാളത്തിൽ നമുക്ക് ജഗദീശ്വരൻ എന്നോ പരമേശ്വരൻ എന്നോ വിളിക്കാം. ഒരു അറബിക് ബൈബിള് അല്ലെങ്കിൽ തോറ എടുത്ത് വായിച്ചു നോക്കിയാൽ അള്ളാ എന്നാണ് അതിനകത്ത് കാണുക. ഇനി നിങ്ങളൊരു ഭഗവത്ഗീത എടുത്തു നോക്ക്, അറബിക് എടുത്തു നോക്ക്, അതിനകത്തും അള്ളാ എന്നാണ് സർവശക്തനായ ജഗദീശ്വരന്റെ പേര് പറയാ. അതായത് അള്ളാ എന്ന് പറഞ്ഞ മുസ്ലിങ്ങളുടെ തറവാട്ട് സ്വത്തൊന്നും അല്ല. അറബിയിൽ ദൈവത്തെ വിളിക്കുന്ന പേര്, ദൈവത്തിനെ വിളിക്കുന്ന ഏറ്റവും നല്ലൊരു പേര്, നല്ലൊരു ഒരു പ്രയോഗമാണ് അള്ളാ. ഇവിടെ നമ്മൾ ജഗദീശ്വരൻ എന്നും പരമേശ്വരൻ എന്നും വിളിക്കുന്നത് പോലെ, പരമ ഈശ്വരൻ, ജഗത് ഈശ്വരൻ എന്ന് പറയുന്നത് പോലെ, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ചിന്തിക്കേണ്ട. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ജഗദീശ്വരൻ ഇവിടെ ഈ ഭൂമിയിൽ മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിൽ അവസാന പ്രവാചകനായി മുഹമ്മദ് നബി വരെ ധാരാളം പ്രവാചകന്മാർ ഉദ്ബോധിപ്പിക്കാനായി, മനുഷ്യ സമൂഹത്തെ ഉദ്ബോധിപ്പിക്കാനായി ഇവിടെ വന്നിട്ടുണ്ട്. അത് ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഖുർആനിൽ ഒന്നുകൂടി പറയുന്നുണ്ട്, ഇതിനു മുമ്പ് വന്നിട്ടുള്ള പ്രവാചകന്മാരും മറ്റുള്ളവരും ഞാൻ തന്നെ അയച്ചതാണ്, അവർക്ക് വേദഗ്രന്ഥങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്, അവർ അംഗീകരിക്കാതെ നിങ്ങളൊരു മുസ്ലിം ആകുന്നില്ല എന്ന്. അപ്പൊ ഒന്ന്,
എന്നിട്ട് ഖുർആൻ വിളിക്കുന്നത് യാ അയ്യുഹന്നാസ് എന്നാണ്, അല്ലയോ ജനങ്ങളെ എന്നാണ്, അല്ലയോ മുസ്ലിങ്ങളെ എന്നല്ല. ഇതൊരു പോയിന്റ്. രണ്ടാമത്, ഇവിടെ മുഴുവൻ ജനങ്ങളും, ഇവിടെയുള്ള മുഴുവൻ ജനങ്ങളും സൃഷ്ടിക്കപ്പെട്ടത്, മുഴുവൻ ജനങ്ങളെയും സൃഷ്ടിച്ചത് സർവശക്തനായ ദൈവമാണ് എന്ന് നമുക്കറിയാലോ. അങ്ങനെയാണല്ലോ വിശ്വസിക്കുന്നത്, ഏത് മതത്തിലായിക്കോട്ടെ. സർവശക്തനായ ജഗന്നിയതാവായ ദൈവം, പരമേശ്വരൻ, അല്ലെങ്കിൽ അള്ളാഹ്, എങ്ങനെ വേണമെങ്കിലും വിളിക്കാം. അപ്പോൾ ആ ദൈവം എല്ലാവരും സൃഷ്ടിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോ, എല്ലാവർക്കും ഒരുപോലെ കഴിവുണ്ടോ? ചിലർക്ക് പാടാനുള്ള കഴിവുണ്ട്, ചിലർക്ക് ആടാനുള്ള കഴിവുണ്ട്. ഇതാണ് ഞാൻ എന്റെ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ചിലര് നല്ല പെർഫെക്ഷനിസ്റ്റ് ആണ്, അവർ പാട്ടൊന്നും പാടൂല, ഡാൻസ് കളിക്കില്ല, ഒന്നുമില്ല, മുണ്ടിന്റെ കോന്തനെ മുക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു പൊക്കം കണ്ട് പോകുന്ന ഒരാളുണ്ട്. പിന്നെ എന്തും ആർട്ടാക്കി നിൽക്കുന്ന ഒരു വിഭാഗമുണ്ട്. തുണിയില്ലാതെ ഒരു പെണ്ണിനെ അവിടെ നിർത്തിയിട്ട് അത് പടം വരച്ചു കഴിഞ്ഞാൽ ആ തുണിയില്ലാ പെണ്ണിനെ അവർ നോക്കൂല, അത് നോക്കി പടം വരയ്ക്കുള്ളൂ. ആ വരച്ച പടത്തെ നോക്കി ആസ്വദിക്കുന്ന കലാകാരന്മാരുണ്ട്. ഇവിടെ നല്ല ആർട്ടിസ്റ്റുകളുണ്ട്, മോഡലുകളുണ്ട്, ഫോട്ടോഷൂട്ടിന് പോകുന്നവരുണ്ട്. അവരൊന്നും നമ്മളെ ചിന്തിക്കുന്ന ലെവലിലല്ല അവർ ചിന്തിക്കുന്നത്. അവർ ചിന്തിക്കുന്ന പോലെ നമുക്ക് ചിന്തിക്കാനും പറ്റൂല. അപ്പോൾ അത്രത്തോളം മാനസികമായി വളർന്ന കലാകാരന്മാരുണ്ട് ഇവിടെ. ഒരു എന്തൂസിയാസ്റ്റ്, അവന് ടേസ്റ്റി ഫുഡ് തിന്നണം, കോഴി ചൂടണം, അതുപോലെ തട്ടുകടകൾ അവനുള്ളതാണ്, ഷവർമ, ഷവായ, കുഴിമന്തിയൊക്കെ അവനുള്ളതാണ്. ആ നിലയിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ഇന്ത്യ പഹൽഗാം തിരിച്ചടി കൊടുത്തതിന്റെ ഓപ്പറേഷൻ സിന്ദൂറിനെ മനോഹരമായി ഓർക്കാൻ വേണ്ടി മലകേറി അവിടെ കൊടിനാട്ടിയ ഒരു എന്തൂസിയാസ്റ്റ്, അവന് വീട്ടിൽ കിടന്നുറങ്ങിയാൽ പോരെ? അയാള് മലകേറി അവിടെ നാട്ടി. എനിക്കോ നിങ്ങൾക്കോ പോകാൻ പറ്റുമോ? പറ്റൂല. അപ്പോ അതിന് കഴിവ് കൊടുക്കുന്ന ഒരു കൂട്ടർ. എല്ലാവർക്കും പാട്ട് പാടാൻ പറ്റുമോ? പറ്റില്ല. ചിലർക്ക് മാത്രമേ പാട്ട് പാടാനുള്ള കഴിവ് അതേ സർവശക്തനായ അള്ളാഹ് കൊടുത്തിട്ടുള്ളൂ. ചിലർക്ക് ആടാനുള്ള കഴിവ് അത് സർവശക്തനായ ദൈവം കൊടുത്തത്. അതുപോലെ ചിലർക്ക് പാടാനും ആടാനും എല്ലാത്തിനുള്ള കഴിവ്, ഓരോ വരയ്ക്കാനുള്ള കഴിവ്. ചിലരൊരു പെൻസിൽ കിട്ടിക്കഴിഞ്ഞ ഒരാളെ മുഖം അതേപടി വരയ്ക്കും. ഞാനോ നിങ്ങൾ വരയ്ക്കുമോ? ഇല്ല. അതൊരു വിഭാഗം. അങ്ങനെ ഓരോ കഴിവ് ഓരോ വിഭാഗത്തിന് കൊടുത്തത് ആരാ? അതേ ദൈവമാണ്. എന്നിട്ട് പാട്ട് പാടാൻ ഒരു പെണ്ണിന് അല്ലെങ്കിൽ ഒരു ആണിന് ഒരു അവസരം കൊടുത്തു കഴിഞ്ഞാൽ ആ പെണ്ണ് ഒരു മ്യൂസിക് ഒന്ന് പാടിയാൽ, അല്ലെങ്കിൽ ഡാൻസ് കളിക്കാനുള്ള ഒരു ഒരു കഴിവ്, മമ്മൂട്ടി ഡാൻസ് കളിച്ചാൽ അങ്ങനെ ഉണ്ടാവും, നിങ്ങൾക്ക് അറിയാലോ എങ്ങനെയാണെന്നുള്ളത്. ഇങ്ങനെ കുത്തും. അതേ മുപ്പത് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഒരു പെർഫെക്ഷനിസ്റ്റ് ഡാൻസ് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര തന്നെ ഉണ്ടാവുള്ളൂ. അത് നമുക്ക് മനസ്സിലാവും. നേരെ മറിച്ച് ഒരു ആർട്ടിസ്റ്റ്, ഒരു ഇൻഡിവിജ്വലിസ്റ്റ് അല്ലെങ്കിൽ ഒരു എന്തൂസിയാസ്റ്റ് ഡാൻസ് കളിച്ചാൽ കാണാൻ നല്ല ചേലായിരിക്കും. അത് കാണാനും ആളുണ്ടാവും. അപ്പൊ അത്തരത്തിൽ ഓരോന്നിനും ഓരോ കഴിവ് ഓരോരുത്തർക്ക് കൊടുക്കുമ്പോൾ ആ കഴിവൊക്കെ പെട്ടിയിൽ പൂട്ടി വെച്ചേക്കാനായിരിക്കണേ ആണോ? ഈ സൂപ്പ ഡാൻസ് കളിക്കുന്ന നിങ്ങൾ ഈ കാണുന്ന വീഡിയോ ഉണ്ടല്ലോ, ഈ ചെറുതാക്കി കൊടുത്തിട്ടുള്ള വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചില കുട്ടികൾ മര്യാദയ്ക്ക് കളിക്കുന്നുണ്ട്, ചിലര് വേണോ എന്ന് നോക്കി കളിക്കുന്നുണ്ട്. ഉണ്ട്. അപ്പൊ ധാർമ്മികത അല്ല ഇവിടുത്തെ വിഷയം. ഓരോ മനുഷ്യർക്കും അള്ളാഹ് കൊടുത്തിട്ടുള്ള ഓരോ കഴിവ്, ആ കഴിവ് പ്രകടിപ്പിക്കേണ്ട ഒരു അവസരം ഇവിടെ സമസ്ത എന്നല്ല അത്തരം വിഭാഗങ്ങൾ ആരും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോ അള്ളാഹ് കൊടുത്തിട്ടുള്ള ഒരു കഴിവ് പ്രകടിപ്പിക്കാൻ ഒരു അവസരം കൊടുക്കാത്ത ഒരു വിഭാഗത്തെ മുസ്ലിങ്ങൾ എന്ന് വിളിക്കാൻ പറയൂ? അയാൾക്ക് അത് പ്രകടിപ്പിക്കാനല്ല എന്നുണ്ടെങ്കിൽ, അയാൾക്ക് പാടാനല്ല എന്നുണ്ടെങ്കിൽ, അയാൾക്ക് ആടാനല്ല എന്നുണ്ടെങ്കിൽ, അയാൾക്ക് പടം വരയ്ക്കാനല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അള്ളാഹ് കഴിവ് കൊടുത്തത്? അതേ അള്ളാഹ് തന്നെയല്ലേ ആരോഗ്യമുള്ള ശരീരത്തെ കൊടുക്കുന്നത്. ആ ആരോഗ്യം നിലനിർത്തേണ്ട ആരും ഉത്തരവാദിത്വം. മടി പിടിച്ച് എവിടെയെങ്കിലും കുത്തിയിരിക്കണമെന്നുണ്ടെങ്കിൽ വയറ് ചാടും, അവിടെ ഇരിക്കും. അപ്പൊ ശരീരം അനങ്ങണം. രാവിലെ മുതൽ വൈകുന്നേരം വരെ കുത്തിയിരുന്ന് പഠിക്കുന്നു, അല്ലെങ്കിൽ രാവിലെ വരുന്ന സമയത്ത് ആ സ്ട്രെസ് ഒന്ന് റിലീസ് ചെയ്യുന്നു. നല്ലതല്ലേ? ടെൻഷൻ അടിച്ചിട്ട് പോകുന്ന കുറച്ച് ചാടി കളിച്ച് ഡാൻസ് ഒക്കെ കളിച്ചിട്ട് ഒന്ന് ഉഷാറായി ആ മെന്റൽ സ്ട്രെസ് നമ്മൾ സഖാവ് പറഞ്ഞതുപോലെ ആ നിലയിലൊന്ന് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് സുഖമാ. കുട്ടികൾ സ്കൂളിലേക്ക് വരുന്നേ, മൊത്തത്തിൽ അന്തരീക്ഷം മാറും, സ്കൂളിന്റെ അന്തരീക്ഷം മൊത്തം മാറും. അപ്പോ ആ രീതിയിലുള്ള കഴിവ് കൊടുക്കുന്നത്, ആ രീതിയിലുള്ള ആവശ്യങ്ങൾ കൊടുക്കുന്നത്, അല്ലാതെ മടി പിടിച്ച് ഫുഡും കഴിച്ചുകൊണ്ട് എവിടെയെങ്കിലും കുത്തിയിരിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ഇത്തരത്തിൽ കുട്ടികൾ എന്റർടൈൻമെന്റ് ചെയ്യിക്കുന്നത് ആവശ്യമാണ്. അവർ ഡാൻസ് കളിക്കുന്നത് കൊണ്ടോ അവര് ശരീരം ഇളകുന്നതോ ആണ് ഇവിടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ ആ ശരീരത്തിന് സൗന്ദര്യം കൊടുത്തതും അതേ ദൈവം തന്നെയാണ്, യാതൊരു സംശയമില്ല. അങ്ങനെ ചിന്തിച്ചാൽ മതി. നമ്മൾ നോക്കുന്ന കണ്ണിന്റെയും നമ്മളെ ചിന്തയുടെയും കുഴപ്പമാണ്. ആ സ്ഥാനത്ത് അള്ളാഹ് കൊടുത്തിട്ടുള്ള കഴിവ്, ആ കഴിവുകൾ അവർ പ്രകടിപ്പിക്കട്ടെ എന്ന്. അതിനെന്തിനാണ് പറ്റില്ല എന്ന് പറയുന്നത്? പറ്റില്ല എന്ന് പറയുന്നതാണ് ശരിയല്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത്. അവരെ ചെയ്യാൻ പാടില്ല എന്നുണ്ടെങ്കിൽ അള്ളാഹ് കഴിവർക്ക് കൊടുക്കില്ല, ദൈവം അത് കൊടുക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരുപാട് വിധിവിലക്കുകളുണ്ട്. ചിലരൊക്കെ ഡാൻസ് കളിക്കാൻ പോയപ്പോ അത് പറ്റൂല എന്ന് അനിസ്ലാമികാണെന്ന് പറഞ്ഞിട്ട് ദീനുൽ ഇസ്ലാമിനെ പുറത്താക്കിയ ഒരു ചരിത്രമുണ്ട്. ചിലരൊക്കെ BJP-യിലേക്ക് പോകുമ്പോഴത്തേക്ക് അവരെ പിടിച്ച് പുറത്താക്കുന്ന ഒരു ശീലമുണ്ട്. അള്ളാഹ് നോക്കുന്നത് അവരെ ഖൽബിലേക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഈ വിഭാഗത്തിന് അറിയില്ല. ചിലരൊക്കെ അവിടെ പിടിച്ച് പടിയടച്ച് പിണ്ടം വെക്കുന്നുണ്ട് ചിലർ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ പറയാനുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഏതായാലും സൂബ ഡാൻസ് എന്ന് പറയുന്നത് അനിസ്ലാമികമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഒരു ഖുർആനിലും അത് പറഞ്ഞിട്ടില്ല, പറയേയില്ല. കാര്യം അത്തരത്തിൽ ഡാൻസ് കളിക്കാനും സ്പോർട്സും കാര്യങ്ങളും അതുപോലെ എല്ലാ ഭാഗങ്ങളും ഉണ്ടാക്കി തന്നിട്ടുള്ളത് ഇവിടെ മനുഷ്യന് എന്റർടൈൻമെന്റ് ചെയ്യിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവന് ആരോഗ്യം നിലനിർത്താൻ വേണ്ടി അള്ളാഹ് തന്നെയാണ്. അത് ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പൊ എന്തെങ്കിലും തമ്മിൽ തർക്കം ഉണ്ടെങ്കിൽ,
തർക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ അടുത്ത തീരുമാനം? നേരെ ഖുർആനിൽ നോക്കിക്കോ എന്നാണ്. അങ്ങോട്ട് നോക്കിക്കോ, ഇങ്ങോട്ട് നോക്കണ്ട. ഇങ്ങോട്ട് നോക്കുന്നുള്ള കുഴപ്പമാണ്. അപ്പൊ ഇങ്ങോട്ട് നോക്കിക്കൊണ്ട് ഫത്വ പുറപ്പെടുവിക്കുന്ന പണ്ഡിതന്മാരാണ് ഈ നാടിന്റെ ശാപം എന്ന് മനസ്സിലാക്കുക. ആ പണ്ഡിതന്മാരുടെ വാക്കുകൾ മനുഷ്യൻ കേൾക്കേണ്ടില്ല. അപ്പോ ദൈവം നോക്കുന്നത്, അള്ള നോക്കുന്നത് നിന്റെ ഖൽബിലേക്കാണ്. നീ ഒരു മുസ്ലിം ആണോ എന്നാണ് നോക്കുന്നത്. മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താ? ചിലപ്പോൾ രാമനെന്ന് രാഘവൻ എന്നൊക്കെ പേരുണ്ടാവും, ഇല്ലേ? അയാളുടെ മനസ്സിൽ, അയാളുടെ ഉള്ളിൽ സർവശക്തനായ പരമേശ്വരനാണ് ദൈവം എന്നയാൾ വിശ്വസിക്കുന്നെങ്കിൽ, ആ ധാർമ്മികത അനുസരിച്ച്, ആ മൂല്യം അനുസരിച്ച് അയാൾ ജീവിക്കുന്നെങ്കിൽ അയാളെ വിളിക്കുന്ന പേരാണ് മുസ്ലിം. മനസ്സിലായില്ല? അത്രേ ഉള്ളൂ. അല്ലാതെ മുസ്ലിം വിഭാഗത്തിന് ഒരാളുടെ തലയിൽ മാത്രം കെട്ടിച്ചു കൊടുക്കേണ്ടതല്ല. അപ്പോൾ അവര് മാത്രം സ്വർഗത്തിൽ, ബാക്കി എന്തെങ്കിലും കാണിക്കുന്ന നമ്മുടെ നരകത്തിൽ നിന്നുള്ള ആ ധാരണ ആദ്യം മാറ്റിയിട്ട് എന്താണ് മുസ്ലിം എന്ന് പഠിക്കണം, എന്താണ് ഇസ്ലാം എന്ന് പഠിക്കണം, എന്താണ് വിശ്വാസം എന്ന് പഠിക്കണം. ഇതൊന്നും പഠിക്കാതെ ചില ചട്ടക്കൂടുകളിൽ മാത്രം നിന്നുകൊണ്ട് ഇത് മാത്രമാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമൂഹത്തിന് ആവശ്യമായ കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ എതിർക്കാണ്, അതിന് അധാർമികതയാണെന്ന് പറയുകയാണെങ്കിൽ അതാണ് അനിസ്ലാമികം. അപ്പോൾ അനിസ്ലാമികം പ്രചരിപ്പിക്കാനും ഇസ്ലാമികമായിട്ടുള്ളതിനെ നിഷേധിക്കാൻ ശ്രമിക്കുന്നവൻ കാഫിറാണോ വിശ്വാസിയാണോ നിങ്ങൾ തീരുമാനിക്കും. Different angles. Don't forget to subscribe and support this channel.